നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം തിരുവനന്തപുരത്തുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം നമുക്ക് ഇനിയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സർക്കാരിന് ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് അവരുടെ ഡിമാൻഡിൽ പ്രധാനമെന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് സർക്കാരിൽ നിന്ന്. എന്നാൽ പോലും ഇക്കാര്യത്തിൽ ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇത്രയും അമ്മമാരും ഒക്കെ തന്നെ ഈ ഇത്രയും അധികം ദിവസങ്ങൾ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയൊരു വിഷമകരമായ സാഹചര്യമാണ്. ഇതിനെക്കുറിച്ച് താങ്കൾ പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ നടത്താൻ സാധ്യതയുള്ള ഒരു നീക്കം എന്തായിരിക്കും? അല്ല, ഈ വിഷയം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ള പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ന്യായമായ പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ്റിനുള്ള ചുമതല അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. 3 തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാഥാർത്ഥ്യബോധം ഉണ്ടാവണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത് നിന്ന് യാഥാർത്ഥ്യബോധം ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പം 1000 രൂപ മാത്രം സംസ്ഥാന ഗവൺമെൻറ് ഇവർക്ക് നൽകുന്ന ഒരു സ്ഥിതിയാണ് മുമ്പുണ്ടായിരുന്നത്. അതിപ്പോൾ 7000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ആ 7000 രൂപയായി വർദ്ധിച്ചതിൽ LDF ഗവൺമെൻറ്റാണ് 90% ഈ ആശാ വർക്കർമാർക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന തുകയിൽ വർധനവ് വരുത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം SKNനും ഇപ്പോൾ നാടിനും അറിയാം. ഇത് സംബന്ധിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ മാധ്യമങ്ങളും ജനങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ രംഗത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാധീനമുണ്ട്. അതിൽ എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടുന്നതാണ്, CIT ആവശ്യപ്പെടുന്നതാണ് തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന്. ആരാണ് അംഗീകരിക്കേണ്ടത്? ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതുകൊണ്ട് കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഇത് പാർലമെൻറ്റിൽ ഉന്നയിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ കേന്ദ്ര ആവശ്യം ഇവർ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ആ പണിക്കനുസരിച്ച് ഇവർ കൂലി കിട്ടുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധ്യമായ ഏറ്റവും ഉയർന്ന വേതനം ഉയർത്തിക്കൊടുക്കാൻ മറ്റ് പല സംസ്ഥാന ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റാണ് തയ്യാറായിട്ടുള്ളത്. തയ്യാറായിട്ടുള്ളത് തെലങ്കാനയിലെ നേരത്തെ ഇരുന്ന ശ്രീ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് അന്ന് കേരളത്തിൻ്റെ സമാനമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നിയമസഭയെ ചർച്ച നടന്നപ്പോൾ UDFൻ്റെ ഒരു നേതാവ് പറഞ്ഞെന്താ, ഞങ്ങൾ ആശാ വർക്കർമാർക്ക് ബഹുമാനം കൊടുത്തിരുന്നു, ബഹുമാനം കിട്ടിയതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണല്ലോ അവർ പറയുന്നത്. നിയമസഭയിൽ തന്നെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ കാണണം, കേരളത്തെയും കേന്ദ്രത്തിനും BJPക്കും വിധേയമാകാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളെയും സാമ്പത്തികമായി ഞെരിച്ചമർത്തുന്ന ഒരു സമീപനം ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുകയാണ്. മുമ്പത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇതുപോലെ തെറ്റായ സമീപനം സംസ്ഥാനങ്ങളോട് പുലർത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധം, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധം ഒരു പ്രധാന ചർച്ചാ വിഷയമാകാനുള്ള കാരണം ഇതാണ്. ശ്രീ SKN അനുവദിക്കുമെങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് ഞാനൊരു കണക്ക് പറയാം. രാജ്യത്ത് പിരിക്കുന്ന നികുതിയുടെ 60% കേന്ദ്രത്തിൻ്റെ കയ്യിലേക്കാണ് എത്തുന്നത്. എന്നാൽ 40% മാത്രമാണ് സംസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അതിൻ്റെ വിഭജനത്തിലും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്ന് രാജ്യത്ത് നടത്തുന്ന ചെലവിൻ്റെ 60% നടത്താൻ ഇപ്പോൾ ബാധ്യതപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. വരുമാനത്തിന് 40% സംസ്ഥാനത്തിലേക്കുള്ളൂ. ചെലവിൻ്റെ ഇന്ത്യയിൽ ആകെ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന ചെലവിൻ്റെ 60% എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്നിട്ടാണ്. അപ്പം ഈ ധനകാര്യ വിഭജനത്തിൻ്റെ കാര്യത്തിൽ വലിയ അനീതിയാണ് ഉള്ളത്. സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതിയുണ്ട്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകും. ഇതൊന്നും കാണാതെ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടക്കുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരമാണ്, പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകും. അത് സംബന്ധിച്ച പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിൽ കൂടി
ഞങ്ങൾക്ക് ഉറപ്പ് തരികയും സാമ്പത്തികമായിട്ട് കേന്ദ്രം തരേണ്ടത് കൂടി സംസ്ഥാനം തരികയും ചെയ്താലേ ഞങ്ങൾ സമരം നിർത്തിയുള്ളൂ എന്ന് പറയുന്നത് അത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കാൻ ദൗർഭാഗ്യവശാൽ എനിക്ക് കഴിയുന്നില്ല.